അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സോളോ ട്രിപ്പിനെ അതിയായി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ കാലഘട്ടത്തിൽ കൂടുതൽ. ഒരുപാട് ആളുകൾ സോളോ ട്രിപ്പ് പോകാറുണ്ട്. പ്രത്യേകിച്ച് ഈ എൻഫീൽഡിന്റെ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ സോളോ ട്രിപ്പ് ഒരുപാട് പോകാറുണ്ട്. അപ്പൊ അതിന്റെ ഇസ്ലാമിക മാനം എന്താണ്? സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് അതിൻ്റെ ഇസ്ലാമിക മാനം, അപകടങ്ങളൊന്നും ഭയപ്പെടുന്നില്ല എങ്കിൽ അത് കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കലാണ് നല്ലത്, ചെയ്യാതിരിക്കലാണ് നല്ലത്. ചെയ്യാതിരുന്നാൽ കൂലി കിട്ടും, ചെയ്താൽ ശിക്ഷയൊന്നുമില്ല, കുറ്റമൊന്നുമില്ല. എന്നാൽ അപകടങ്ങൾ ഭയപ്പെടുന്നുണ്ട്, അത്തരം യാത്രകളാണ് ഈ സാഹസിക യാത്രകളൊക്കെ പോലെയുള്ള ട്രക്കിങ്. ഇപ്പം അടുത്ത് ഇതിനു മുമ്പ് ഒരു ചെറുപ്പക്കാരനൊരു മല കയറുകയോ ഗുഹയിലിറങ്ങുകയോ എന്തൊക്കെ ചെയ്ത് അപകടത്തിൽപ്പെട്ട് അവസാനം ആർമിയൊക്കെ ഇറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെയുള്ള അപകടങ്ങൾ ഭയപ്പെടുന്നതാണെങ്കിൽ അത് തനിച്ച ഹറാമ് തന്നെയാണ് ഒറ്റയ്ക്കുള്ള അത്തരം യാത്രകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റാക്കിബൽ ഫലാത്തി വഹദ. ഒറ്റക്ക് വിജനമായ സ്ഥലത്തുകൂടെ യാത്ര ചെയ്യുന്ന ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് ശപിക്കപ്പെട്ട ഒരു വിഭാഗമാണ് വിജനമായ സ്ഥലങ്ങളിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. മാത്രമല്ല, മറ്റൊരവസരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോ യഅലമുന്നാസു മാ അഅലമു ഫിൽ വഹദ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിലുള്ള അപകടങ്ങളെക്കുറിച്ച് എനിക്കറിയുന്നത് പോലെ ജനങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ മാ റക്കിബ, ഒരാളും മാ സറ അഹദുൻ, ഒരാളും യാത്ര ചെയ്യുമായിരുന്നില്ല. ലൈലൻ, അവിടെ രാത്രിയിൽ എന്നാണ് പ്രയോഗിച്ചത്, പക്ഷെ അതിൻ്റെ അർത്ഥം, ഉദ്ദേശം വഹദഹു, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമായിരുന്നില്ല എന്നാണ്. മാസറ അഹദുൻ വഹദഹു, ഒറ്റക്കൊരാളും യാത്ര ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിലുള്ള അപകടങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ എനിക്കറിയുന്നത് പോലെ ജനങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ ഒരാളും ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർ റാക്കിബു ഷൈത്വാൻ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവൻ പിശാചാണ്. വർ റാക്കിബാനി ഷൈത്വാനാനി, രണ്ടു പേരാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ രണ്ട് പിശാചുക്കളാണ്. വ സലാസത്തു റഹ്തുൻ, മൂന്നാളുകളാകുമ്പോഴാണ് അതൊരു യാത്രാ സംഘമാകുന്നത്. ഇവിടെ പിശാചാണ് എന്നുദ്ദേശിച്ചത് ആക്ഷേപിക്കുന്നതല്ല, മറിച്ച് പിശാചിന്റെ സ്വഭാവമാണത്. വിജനമായ സ്ഥലങ്ങളിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് അതൊരു പൈശാചിക സ്വഭാവമാണ്, പിശാചിന്റെ സ്വഭാവമാണ്. ഒന്ന് ആ അർത്ഥത്തിലാണ്. മറ്റൊരർത്ഥം അതിനുള്ളത്, പിശാചിന്റെ അപകടങ്ങൾ ഏൽക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്, കൂടുതലായിട്ട് സാധ്യതയുള്ളത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ്. ആ അർത്ഥത്തിലൊക്കെയാണ് അർ റാക്കിബു ഷൈത്താൻ വർ റാക്കിബാനി ഷൈത്വാനാനി എന്ന് പറഞ്ഞത്. ഇസ്ലാമികപരമായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4 പേരുണ്ടാവുക എന്നതാണ്. ഇതെല്ലാം യാത്ര ഒറ്റക്കാകുമ്പോഴുള്ള വിഷയമാണ്. ഞാൻ ഒറ്റക്കാണ് പോകുന്നത് വിദേശത്തേക്ക്, പക്ഷെ എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ ഒരുപാട് ആളുകളുണ്ട്. അത് ഒറ്റക്കുള്ള യാത്രയല്ല. ഒറ്റക്കുള്ള യാത്ര ഈ കറാഹത്താകുന്നതും ഹറാമാകുന്നതുമൊക്കെ വിജനമായ സ്ഥലങ്ങളിലൂടെ തനിച്ച് യാത്ര പോകുമ്പോൾ മാത്രമാണ്. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരില്ലെങ്കിലും മറ്റുള്ള ഏതൊക്കെയോ ആളുകളുണ്ട് എങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ എന്നെ സഹായിക്കാനും പരിപാലിക്കാനും ഒക്കെ കൂടെ ആളുകളുണ്ടല്ലോ. ആ യാത്രക്ക് എന്ത് ചെയ്യില്ല, ഒറ്റക്കുള്ള യാത്ര എന്ന് പറയില്ല. അതിന് ഈ വിധി ബാധകവുമല്ല. നമ്മുടെ ഇന്നത്തെ യാത്രകളൊക്കെ, ഭൂരിഭാഗം യാത്രകളും ഒറ്റക്കുള്ള യാത്ര എന്നതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മൾ ഒറ്റക്കാണ് ഒരു വാഹനത്തിൽ പോകുന്നതെങ്കിലും ചുറ്റുഭാഗങ്ങളിലൊക്കെ പല വാഹനങ്ങളിലായിട്ട് പല ആളുകളുണ്ട്. അതേ സ്ഥാനത്ത് ഒറ്റക്കുള്ള യാത്ര എന്ന് പറയാം, മല കയറാൻ പോകുന്നു, ട്രക്കിങ്ങിന് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ തനിച്ചാണ് പോകുന്നത്. വേറെ വാഹനത്തിലോ മറ്റോ ഒന്നും ആളുകൾ ആരുമില്ല. അങ്ങനെയുള്ള സാഹസികമായ യാത്രകളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനെല്ലാം ഈ വിധി വരും. ഇന്നത്തെ കാലത്ത് അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഇപ്പൊ അവസാനം പറഞ്ഞ കോലത്തിലാണ്. പോകുന്നത് ഒറ്റക്കാണെങ്കിലും അവിടെ എത്തിപ്പെടുന്ന സമയത്ത് ആളുകൾ, അവൻ ഒറ്റക്കാണെങ്കിലും അവിടെ വേറെയും ആളുകൾ ഇതുപോലെയുള്ള സാഹസിക യാത്രകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ കുഴപ്പമില്ല, അതിന് തെറ്റില്ല. പൂർണ്ണമായും ഏകാന്തത വരുമ്പോഴാണ് ഈ വിഷയം അവിടെ വരുന്നത്, ഒറ്റക്കുള്ള യാത്ര എന്ന ബുദ്ധിമുട്ട് വരുന്നത്.
നിങ്ങളുടെ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.